നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ശക്തമായ രണ്ടാമത്തെ രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും മൂന്നാമത്തെ വലിയ കമ്പനി എന്ന് പറയപ്പെടുന്നത് ആപ്പിളാണ്. സോ ഈ ചൈനയുടെ GDPയിൽ തന്നെ ആപ്പിളിന് നല്ലൊരു എമൗണ്ട് ഓഫ് ഗ്രോത്ത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി. അപ്പം ഇവരെങ്ങനെയാണ് ഡിപ്പെൻഡഡ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണ്, അതുപോലെ അടുത്തതറിയാൻ പറ്റുന്നത് ഈ തൈവാൻ്റെ പേരിൽ ഇപ്പം USA അല്ലെങ്കിൽ ഇപ്പം ചൈനയും തമ്മിൽ നടക്കുന്ന യുദ്ധം എന്തിനു വേണ്ടിയാണ്. ഇന്ന് 90% ആപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചൈനയിലാണ്. എന്നാൽ 1991 1% പോലും അവർക്കവിടെ പ്രൊഡക്ഷൻ ഇല്ലായിരുന്നു. പക്ഷേ അത് 2001 ആയപ്പം ഏറെക്കുറെ 100%-അടുത്തായി. ആപ്പിളിൻ്റെ അന്നത്തെ CEO ആയ സ്റ്റീവ് ജോബ്സിന് പുറത്ത് ഒരു കമ്പനിയിൽ പ്രൊഡക്ഷനോ ഒന്നും വെക്കുന്നതിനോടൊരു താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ 0% ആയിരുന്നു ആ കാലം വരെ വേറെ രാജ്യങ്ങളിൽ കമ്പനിയുടെ പ്രൊഡക്ട്സ് ആപ്പിളിൻ്റെ അത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് വിൻഡോസ് XP എന്ന് പറയുന്ന ഒരു മോഡൽ, അതായത് നമുക്കൊക്കെ പരിചിതമാണ്, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് വിൻഡോസ് XP. സോ അത് പോപ്പുലർ ആയപ്പോൾ സ്റ്റീവ് ജോബ്സിന് ആപ്പിളിൻ്റെ പ്രൊഡക്ഷൻസ് വേറെ രാജ്യങ്ങളിലേക്ക് മാറ്റേണ്ടി വന്നു. അങ്ങനെ 1950 ആയപ്പം അവരവരുടെ പ്രൊഡക്ഷൻ അയർലൻഡിലേക്കും 1981 ആയപ്പം സിംഗപ്പൂരിലേക്കും നീട്ടി. പിന്നീടാണ് അവർ ഏഷ്യയിലേക്ക് വന്നത്. ഏഷ്യയിൽ ഒരിക്കലും ചൈന എന്ന് പറയുന്ന രാജ്യം അവരുടെ ലിസ്റ്റിൽ പോലും ഇല്ലായിരുന്നു. ആദ്യം ഉണ്ടായിരുന്ന സൗത്ത് കൊറിയ ആയിരുന്നു. സോ സൗത്ത് കൊറിയയിലെ LG എന്ന് പറയുന്ന കമ്പനിയായിട്ട് അവരവരുടെ ഡിസ്പ്ലേക്ക് കോൺട്രാക്റ്റ് ഒപ്പിട്ടു. പയ്യെ തായ്വാനിലൊരു കമ്പനിയായ ഫോക്സ്കോണിൽ അവർ വേറൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, നമ്മുടെ ഈ ആപ്പിളിൻ്റെ ചിപ്പ് സെറ്റുകളുടെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ചൈന ഗവൺമെൻറ്റിൻ്റെ ഏറെക്കുറെ 50% ഓഫ് ദ റവന്യൂവിൻ്റെ സോഴ്സ് ആ ഒരു ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയായി. 2003 അവർ ഐപാഡ് നിർമ്മിച്ചു, 2005 അവർ മാക് മിനി നിർമ്മിച്ചു, 2007 അവർ മാക്ബുക്ക് റിലീസ് ചെയ്തു. അത് കഴിഞ്ഞായിരുന്നു ഐഫോൺ എന്ന് പറയുന്ന ഒരു റെവല്യൂഷണറി, അതായത് അത്ര വലിയൊരു സെയിൽസ് ലോകത്തുണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഈ ഒരു സമയത്ത് തന്നെ ആപ്പിളിനെ ചൈനീസ് ഗവൺമെൻറ് ടാക്സ് ഡിഡക്ഷനായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റുകളായിട്ടും ഫ്രീ ആയിട്ടുള്ള സ്ഥലങ്ങൾ, അതായത് ലാൻഡുകൾ കൊടുത്തുകൊണ്ട് ഒക്കെ ഹെൽപ്പ് ചെയ്തു. സോ അങ്ങനെ കമ്പനി നല്ലപോലെ വളർന്നു. ഏറെക്കുറെ 2010 ആയപ്പം ചൈനീസ് ആൾക്കാർ, അതായത് ചൈനീസ് സിറ്റിസൺസിൻ്റെ അടുത്തും എക്കണോമി വളർന്നതിൻ്റെ ഭാഗമായിട്ട് കാശ്, അതായത് പൈസ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ 2023 ആയപ്പം USA ആപ്പിൾ വിറ്റതിനെക്കാട്ടും കൂടുതൽ എമൗണ്ട് ചൈനയിൽ അതിൻ്റെ സെല്ല് നടക്കാൻ തുടങ്ങി. പിന്നീടായിരുന്നു ഇപ്പോഴത്തെ CCP അഥവാ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രശ്നങ്ങൾ, താരിഫുകൾ കമ്പനിക്ക് വരാൻ തുടങ്ങിയത്. ഇങ്ങനെ വന്നപ്പം ചൈനയിലുള്ള ഒത്തിരി ആൾക്കാരെ അമേരിക്കയുടെ സ്കില്ല് കൊടുത്ത്, ആപ്പിളിൻ്റെ സ്കില്ല് കൊടുത്ത് പഠിപ്പിച്ചു ഈ ഒരു ടെക്നോളജി. സോ അവർ ആപ്പിളിൽ നിന്ന് പുറത്തു പോയി വേറെ കമ്പനികൾ ടെക്നോളജികൾ വന്നു. നിങ്ങൾക്കറിയാവുന്നറിയത്തില്ല, ഇപ്പം ആപ്പിളിൻ്റെ ഫാക്ടറിയിലുള്ള പല മെഷീൻസ് ഐഫോൺ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ചൈനീസ് ഗവൺമെൻറ്റിന് ഒരു അത്യാവശ്യ അവസരം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാറിന് വേണ്ടി യൂസ് ചെയ്യാം. ഈവൻ മിസൈൽസ് ഉണ്ടാക്കാം. അവരുടെ AI റോബോട്ട്സ്, അതായത് ആപ്പിളിൻ്റെ AI റോബോട്ട്സ് ഉപയോഗിച്ച് വേറെ പല സാധനങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളും വാറിന് വേണ്ടി ഉണ്ടാക്കാൻ വരെ പറ്റുന്നൊരു സ്ഥിതിയിലാണ്. അതുപോലെ ചൈനീസ് എൻജിനീയേഴ്സ്, അതായത് ചൈനയിൽ തന്നെയുള്ള അമേരിക്കയുടെ ആപ്പിളിൻ്റെ എൻജിനീയേഴ്സിനെ കൊണ്ട് വേണമെങ്കിൽ നമുക്കിപ്പോൾ ചൈനീസ് അതായത് മിലിറ്ററി ഹാർഡ്വെയർസിൻ്റെ ഓപ്പറേഷൻസ് ചെയ്യിക്കാൻ വരെ പറ്റുന്നുണ്ട്. 2015 മെയ്ഡ് ഇൻ ചൈന ഇനിഷ്യേറ്റീവ് വഴി ഒരുപാട് പ്രൊഡക്ട്സ് ചൈനീസ് ആക്കപ്പെട്ടു. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആപ്പിളിൻ്റെ തന്നെ അവർക്ക് കോമ്പറ്റീറ്റേഴ്സ് നമുക്കറിയാം ഇഷ്ടം പോലെ ചൈനീസ് മാർക്കറ്റിൽ വരാൻ തുടങ്ങി, ടെക്നോളജികൾ കോപ്പി ആകാൻ തുടങ്ങി. സോ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന എന്ന് പറയുന്നൊരു എക്കണോമി നല്ലപോലെ ഗ്രോ ആയിട്ടുണ്ട്. സോ ഇങ്ങനെ ഗ്രോ ആയപ്പം ഇവരുടെ മെയിൻ ആപ്പിളിൻ്റെ പ്ലാൻസ് എല്ലാം ഇരിക്കുന്നത് തായ്വാനിലാണ്. സോ തായ്വാനിന് വേണ്ടിയിട്ടാണ്, തായ്വാൻ സെപ്പറേറ്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന അവരുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റൂളിലേക്ക് മാറി. അതായത് വാട്സാപ്പുകൾ, അതുപോലെ പല ആപ്പുകൾ ആപ്പിളിന് ചൈനയിൽ നിരോധിക്കേണ്ടതായിട്ട് വന്നു. ആപ്പ് സ്റ്റോറിൽ ചൈന സെപ്പറേറ്റ് അവരുടെ പ്രൈവസിയിലോട്ട് മാറി. അവിടെ അവർ അവരുടെ ടെക്നോളജീസ് ഉപയോഗിച്ച് ഒത്തിരി ആപ്പിളിൻ്റെ പോലുള്ള ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഭയങ്കര ചീപ്പായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. സോ അത് ആപ്പിളിനൊരു വലിയ പ്രശ്നമായി. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആപ്പിളിനൊരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സമയത്തൊക്കെ നമ്മൾ ന്യൂസ് കണ്ടു, ഇന്ത്യയിലേക്ക് അവരുടെ പ്ലാന്റ് മാറ്റാൻ വേണ്ടി. വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവർ ഇന്ത്യയിലേക്ക് പ്ലാന്റ് മാറ്റാൻ നിൽക്കുന്നത്. സോ അതിന് അമേരിക്കയും വില്ലിങ് അല്ല, ചൈന ഒട്ടും അതിന് സമ്മതിക്കത്തില്ല. കാരണം അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണല്ലോ അത്. അതിന് വേണ്ടിയിട്ട് ഇപ്പം ട്രംപും അതുപോലെ തന്നെ ചൈനീസ് ഗവൺമെൻറ്റും കൂടെ തായ്വാൻ്റെ പേരിൽ അതിനുവേണ്ടിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ നടക്കുന്നത്. സോ ഇപ്പോൾ അറിയാം, ആപ്പിൾ ഇത്രയും ഡിപ്പെൻഡഡ് ആയി പോയതുകൊണ്ട് ചൈനയ്ക്ക് വേണമെങ്കിൽ ഒരു സമയത്ത് ആപ്പിളിനെ ഫുള്ള് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ എല്ലാ ഓപ്പറേഷൻസും അവിടെ നിൽക്കും. ഓൾമോസ്റ്റ് 90% എന്ന് പറയുമ്പോൾ ആപ്പിളിൻ്റെ കമ്പനി തന്നെ അവിടെ നല്ലൊരു പ്രോബ്ലത്തിലാവും. സോ നേരെ തിരിച്ച് ചൈനയ്ക്കും ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി ചൈനയിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ ഇല്ലാതാവും. ഞാനൊരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റർ ഒന്നും അല്ല, ഇത് ജസ്റ്റ് ഒരു ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷനോ ഒന്നും പോലും അല്ല. സോ താങ്ക് യു.